കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന്റെ നമസ്കാരം. തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തിയിൽ നിന്നും പ്രസാദാണ് ഇന്ന് പരാതിക്കാരനായിട്ട് എത്തിയിരിക്കുന്നത്. പ്രസാദിന് ഭാര്യയും കുട്ടികളുമുണ്ട്. ചില കാരണങ്ങൾ കൊണ്ട് രണ്ടുപേരും ഇപ്പം അകന്നു കഴിയുകയാണ്. പ്രസാദ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു വീണ്ടും ഭാര്യയോടും കുടുംബത്തോടും ഒപ്പം ഒരുമിച്ച് താമസിക്കണമെന്ന്. ഞങ്ങളും അത് തന്നെ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രസാദിനെ ക്ഷണിക്കുകയാണ്. എവിടെ വർക്ക് ചെയ്യുന്നു പ്രസാദ്? കൂലിപ്പണിയാണ്. ചെമ്പഴന്തി തന്നെ? അല്ല, വർക്കല. വർക്കലയാണ് പണിയാൻ പോകുന്നത്. താമസം ചെമ്പഴന്തിയിൽ? താമസം ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റ് ഇവര് വർക്കലയിൽ വീട് സ്ഥലം വാങ്ങിച്ച് അവര് ഭാര്യയ്ക്ക് ഓഹരി കൊടുത്തായിരുന്നു 3 സെന്റ്. അല്ല 3 സെന്റ് കൂടെ അവരെ തന്നെ ഞാൻ മേടിച്ച് അവിടെ തന്നെ വീട് വെച്ച് താമസമാണ്. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് മാറി വർക്കല അങ്ങോട്ട് പോയി. 7 കൊല്ലമായിട്ട് അവിടെ താമസമായി അല്ലേ? കുട്ടികൾ 2 പേര്. മൂത്ത കുട്ടിയുടെ പേരെന്താ? അനന്തു. അനന്തുവും ഇളയത് അതുല്യ. 2 പേരും അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. ഒരാൾക്ക് 3 വയസ്സായി, ഒരാൾക്ക് 6 വയസ്സായി. ഒരാൾ അവിടെ തന്നെ പഠിക്കുന്നു, ഒരാൾ വീട്ടിൽ തന്നെ. വീട്ടിലും നിങ്ങളുടെ ഭാര്യയുടെ ബന്ധുക്കളും ഒക്കെയാണ് ഉള്ളതല്ലേ? അവരുടെ വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഭാര്യയുടെ വീട്ട്. കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അതെ. ബ്രോക്കർ വഴിയോ പരിചയക്കാരി വഴിയോ? ബ്രോക്കർ വഴി വന്നതാണ്. 2 പേരും പിന്നെ കല്യാണത്തിന് മുൻപേ സംസാരിച്ചൊരു വിധം ധാരണയായില്ലേ? വേറെ ഇഷ്ടക്കേടൊന്നും ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നില്ല? ഒന്നുമില്ല. അപ്പോഴും പണിക്ക് പോകുന്നുണ്ട്? പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് പണിക്ക് പോകില്ല, വല്ലപ്പോഴും ഒരിക്കലൊക്കെ പോവുള്ളൂ. വേറെ ചിലവുകളും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ ഇല്ലേ. പ്രസാദിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അമ്മയെല്ലാം വേറെ സ്ഥലത്താണ്, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ല, കൊച്ചിലെ മുതല് അമ്മേരോടൊക്കെ നിൽക്കും. ആഹാരമൊക്കെ വല്യമ്മേരെയൊക്കെ വീട്ടിൽ നിന്നായിരുന്നു. അമ്മയുടെ ചേച്ചിയുടെ ഒക്കെ വീട്ടിൽ നിന്നാണ്. അമ്മ കൊട്ടാരക്കര. ഞാൻ അമ്മേരോടെ മാത്രമേ നിന്നിട്ടുള്ളൂ, വേറെ അമ്മേരോടെ നിന്നിട്ടില്ല. അപ്പൊ അമ്മയും അച്ഛനും കൊട്ടാരക്കരയാണോ? അച്ഛൻ ഇവിടെ ഉണ്ട്. അച്ഛൻ വേറെ അമ്മയുടെ പിണക്കമായിട്ട് വേറെ ഇപ്പം മാറി താമസിക്കുകയാണ്. അമ്മ കൊട്ടാരക്കര ഒറ്റയ്ക്കാണോ? അമ്മ അനിയനായിട്ട്. അപ്പൊ അമ്മ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണോ? ആണ്. പ്രസാദിന്റെ അച്ഛനല്ല അത്. രണ്ടാമത് കല്യാണം കഴിച്ച് അതിലൊരു അനിയനുണ്ട്. അനിയനുമായിട്ട് താമസിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പിണങ്ങി മാറി താമസിക്കുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? പ്രസാദിന്റെ അച്ഛൻ? എന്റെ അച്ഛനും വേറെ കല്യാണം കഴിച്ച് വേറെ മക്കളും ഇതുമായിട്ട്. ഇവിടെ പരാതിയിൽ കിട്ടിയിരിക്കുന്നതില് പ്രസാദിന്റെ അമ്മയുടെ ചേച്ചിയാണ് പ്രസാദിന്റെ അച്ഛൻ വിവാഹം ചെയ്തിരിക്കുന്നതെന്നും അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതന്നെയാണോ ശരി? അപ്പൊ അത് വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്. ഇപ്പോഴും വല്യമ്മയോട് തന്നെ അദ്ദേഹം താമസിക്കുന്നതൊക്കെ അവിടെ തന്നെ. അച്ഛൻ അവിടെ ഉണ്ട്, വല്യമ്മയും അച്ഛനും. അതിനുശേഷമാണ് അമ്മ മറ്റൊരു വിവാഹം ചെയ്യുന്നത്. അപ്പൊ അത് അമ്മയ്ക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. അങ്ങനെ വളരെ ചെറുപ്പമായിരുന്നു അവര്. അമ്മമ്മ മാത്രമേ ഉള്ളൂ വീട്ടില്. അമ്മയുടെ അച്ഛനോ? നേരത്തെ മരിച്ചു പോയിരുന്നു. അമ്മയ്ക്ക് വേറെ ആങ്ങളമാരും അങ്ങനെയൊന്നും? ഒരാളുണ്ട്. പിന്നെ വേറെ 4 പെൺമക്കളാണ് അവര്. വേറെ വല്യമ്മയും കുഞ്ഞമ്മയൊക്കെ ആയിട്ട് അവരെല്ലാം സഹോദരിമാരാണ്. അപ്പൊ അങ്ങനെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അവർക്ക് ഒരബദ്ധം പറ്റിയത് സംഭവിച്ചതാണ്. അതിനുശേഷം വിവാഹം ചെയ്ത് കൊട്ടാരക്കരയിൽ പോയി. അനിയനുമായിട്ടൊക്കെ നല്ല ബന്ധമാണോ പ്രസാദിന്? അനിയനൊക്കെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവിടെ ജോലിക്ക് പോകുന്നു. എന്താ അദ്ദേഹത്തിന്റെ പേര്? സുജിത്ത്. അപ്പം ഈ വിവാഹത്തിന് അമ്മയും ഒക്കെ വന്ന് നല്ല രീതിയിൽ സഹകരിച്ചല്ലേ നടത്തിയത്? ഈ രേവതിയായിട്ടുള്ള വിവാഹം അല്ലേ? അറേഞ്ച്ഡ് ആയിരുന്നു അത്. അപ്പൊ അതിനുശേഷം അപ്പൊ ആ വിവാഹം നടന്ന സമയത്ത് ഭാര്യയുടെ വീട്ടിൽ നിന്ന് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സംഗതികളൊക്കെ നല്ലോണം ചെയ്തിരുന്നു? കൊടുത്തിട്ടുണ്ട്. മകൾക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? 15 ഉരുപ്പടി കൊടുത്ത് 50,000 രൂപയും കൊടുത്തായിരുന്നു. തന്നായിരുന്നു. അത്യാവശ്യം എല്ലാ ബന്ധുക്കളുമായിട്ടുള്ള നല്ല രീതിയിലുള്ള വിവാഹമായിരുന്നു. വിവാഹം കഴിഞ്ഞ് അങ്ങോട്ടാ നിങ്ങളുടെ ചെമ്പഴന്തിയിലെ വീട്ടിലായിരുന്നു താമസം? ചെമ്പഴന്തിയിലെ വീട്ടിലായിരുന്നു. കുടുംബ വീട്ടില്? എത്ര നാൾ താമസിച്ചു ഇവിടെ? 1 കൊല്ലം ഇവിടെ താമസിച്ചിട്ടുണ്ട്. സന്തോഷമായിട്ട്? എന്നിട്ട് മൂത്ത മോൻ ജനിച്ചതിന് ശേഷമാണോ അങ്ങോട്ട് പോയത്? അല്ല, ഇവിടുന്ന് പ്രസവത്തിന് വേണ്ടി വിളിച്ചോണ്ട് പോയതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. പിന്നെ ഞാൻ പിന്നെ അവിടെ പോയി നിന്ന് പിന്നെ അവിടെ തന്നെ നിൽക്കാനുള്ള ഒരിത് അവര് തന്നെ പറഞ്ഞു. കാര്യം എന്താ? അവിടെ തന്നെ നിൽക്കാൻ പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തർ ഇതുമായിട്ടുള്ള ഞാൻ അങ്ങനെ ജോലിക്ക് പോകില്ല, ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുടിക്കും, എന്നല്ലാതെ വേറെ ഒരിതും ഇല്ല. ഉപദ്രവിക്കോ അവരെ? അന്നൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീട്ടില് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വേറെ അങ്ങനെ വലിയ ഇതായിട്ടുള്ള ഇതൊന്നും ഇല്ല. എന്നാലും അവര് നോക്കിയപ്പോ പിന്നെ അമ്മയോ അച്ഛനോ ഒന്നും കൂടെ ഇല്ല. പ്രസാദ് ഒറ്റയ്ക്ക് താമസിക്കുന്നു, മദ്യപിക്കും,
അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറെ കൂടെ സേഫ്റ്റി അവരുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് അല്ല അവരെ ആ സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി അങ്ങനെ വിളിച്ച് ഇവിടുന്ന് അവിടെ ഒരു വീട് വാടകയ്ക്ക് കൊച്ച് ജനിച്ചതിന് ശേഷം ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നമ്മൾ അങ്ങോട്ട് മാറി ഇവരെ വീടിന്റെ അവിടെ തന്നെ അവിടെ ഒരു ഇതുമില്ല നല്ല സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്നേ. ഏത് ഭാഗത്തായിട്ടത്? ഇവിടെ ഇടവയില് സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്നതാണ്. വേറെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെറിയ ഇവരെ വീട്ടിൽ തന്നെ ഒരു പ്രശ്നം വന്ന് ഇവരെ മാമനൊക്കെ ആയിട്ട് ഇവരെ വീട്ടിൽ കിടന്ന അടികൾ കൂടി ഇവിടെ അമ്മ എന്റെ വീട്ടിൽ അവിടെ വന്ന് നിന്ന് എന്നെ പറ്റിയും കൂടെ ഇവരെ ഇളയ മോളെ പറ്റി വെച്ച് സംസാരിച്ച് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇത് എൻ്റെ അടുത്ത് കേട്ട് ഞാൻ ഇത് അവിടെ ചെന്ന് ചോദിച്ചു ഇവിടെ മാമനായിട്ട് ഞാൻ ചെറിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവര് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് കുറച്ച് കാലം ഞാൻ അവിടെ നിന്ന് ഇവരായിട്ട് ഞാൻ അവരെ മാമനായിട്ട് പിണങ്ങിയതിന്റെ ഇതിൽ ഞാൻ തിരിച്ച് എന്റെ വീട്ടിൽ വന്നു. എന്റെ വീട്ടിൽ വന്ന് കുറച്ച് കാലം ഇന്നതിന് ശേഷം ചെമ്പഴന്തി വന്ന് നിന്ന് എന്നിട്ട് പിന്നെ ഇവര് അവരുടെ അമ്മയും നിങ്ങളുടെ ഭാര്യയൊക്കെ നിങ്ങളായിട്ട് വളരെ സ്നേഹത്തിൽ തന്നെ അല്ലായിരുന്നു? അവര് അമ്മയായിട്ട് ആ സമയത്ത് എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു. പക്ഷെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് എന്താ വന്നോളഞ്ഞ ആ സമയത്ത് ചെറിയ വീട്ടിൽ തന്നെ ചെറിയൊരു പ്രശ്നമായി വൈഫുമായിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫായിട്ട് പിടങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഇതില് ഫോൺ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമായി. ഞാൻ വീട്ടിൽ പിന്നെ പ്രശ്നമായി, സംസാരമായി. 2-3 ദിവസം സംസാരമായി. ഇവിടത്തേക്ക് ഞാൻ പിന്നെ കുടിച്ചിട്ട് വന്ന് വീട്ടിൽ തന്നെ വഴക്കായി. ഇവിടെ വാടക വീട്ടിൽ തന്നെ വഴക്കായി. അങ്ങനെ ഞാൻ അവരെ അച്ഛനൊക്കെ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് അവരെ അച്ഛനുമായിട്ട് ഞാൻ സംസാരമായി വഴക്കായി. അങ്ങനെ ഞാൻ തിരിച്ച് പിണങ്ങി ഇവിടെ വീട്ടിൽ വന്ന് നിന്നു. വീട്ടിൽ വന്ന് നിന്നപ്പോഴത്തെ ഈ ബ്രോക്കറായിട്ട് ഇവരായിട്ട് സംസാരിച്ച് വീണ്ടും ഒത്തീർപ്പായി. ഇവരെ ബന്ധുക്കളായിട്ട് സംസാരിച്ച് വീണ്ടും ഒത്തീർപ്പായി. വീണ്ടും അവിടെ പോയി നിന്നപ്പോഴത്തേക്കാണ് പറഞ്ഞ അവിടെ എങ്കിൽ പിന്നെ അവിടെ വീട് വെച്ച് അവിടെ ജോലിക്ക് പോകും. അപ്പോഴത്തേക്ക് അവര് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകണ്ട, ഇവിടെ താമസിക്കും. ഇവിടെ ഓഹരി ഉണ്ടായിരുന്നു. 3 സെന്റ് സ്ഥലം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് വിറ്റ് നമുക്ക് അവിടെ വാങ്ങിക്കാം, അവിടെ ഒരു വീട് വയ്ക്കാന്നും പറഞ്ഞുകൊണ്ട് ഇവര് സംസാരിച്ച് ഞാൻ ഇത് ഇവിടെ വന്ന് ഇത് വിറ്റ് ഇവിടെ വന്ന് 3.25 ലക്ഷം രൂപയ്ക്ക് വാടക വീട്ടിലല്ല അവരുടെ ഓഹരിയില് ഈ വാടക വീട്ടിൽ ഇവര് അപ്പോഴത്തേക്ക് അവളെ ഞാൻ പിണങ്ങി വന്നപ്പോഴത്തേക്ക് അവരെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്കാണ് ഇവിടെ സംസാരമായി. ഞാൻ തിരിച്ച് ഇവരെ വീട്ടിൽ ചെന്ന് അവിടെ നിന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ വീട് വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവിടെ പിന്നെ ജോലിക്ക് പോയി. ആ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഇത് വിറ്റ് അവിടെ കൊണ്ടുപോകാം, വീട് വെക്കാമെന്ന്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം വീടായിട്ട് വാങ്ങിക്കാം എന്നിങ്ങനെ പറഞ്ഞ് ഇവിടെ വന്ന് ഈ 3.25 ലക്ഷം രൂപ ഞാൻ ഇവിടെ സ്ഥലം വിറ്റ് അവിടെ കൊണ്ടുവന്ന് ഇവളെ അച്ഛൻ്റെ ഇവരെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഇവർക്ക് 6 സെന്റ് സ്ഥലമുണ്ട്. അതിൽ 3 സെന്റ് ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അപ്പോഴത്തേക്ക് 3 സെന്റ് പിന്നെ അതിൽ ഉണ്ട്. ആ 3 സെന്റ് ഞാൻ പറഞ്ഞു എങ്കിൽ അതും കൂടെ ഒരു 3 സെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. 3 സെന്റ് കൂടെ ഞാൻ പൈസ തരാം, അതിന് എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ അത് തരാം. ഈ മൂത്ത മോളെ കല്യാണത്തിന് 85,000 രൂപയ്ക്ക് പ്രമാണം പണയത്തിലിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നീ 85,000 രൂപ 50,000 രൂപ ഈ പെരേടത്തിന് എനിക്ക് വേണം. അപ്പൊ നീ മൊത്തത്തിൽ എനിക്ക് 85,000 രൂപ തരണം, ബാങ്കിൽ നിന്ന് പ്രമാണം എടുത്തിട്ട് നിനക്ക് വീട് വയ്ക്കുന്ന സമയത്ത് എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. തിരിച്ചു തരണ സമയം എന്ന് പറഞ്ഞാൽ വീട് വെച്ച് നിങ്ങളുടെ പേര് വിലയാധാരോ അവരുടെ പേര് 3 സെന്റ് എനിക്ക് വിലയാധാരമായിട്ട് എഴുതി 3 സെന്റ് അവരെ മോക്ക് കൊടുത്തതായിട്ടുള്ള ഇത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് അതിൽ പൈസയുടെ ഇതിലുള്ള അച്ഛൻ്റെ ഇതിൽ സംസാരം വന്ന് 50,000 രൂപയ്ക്ക് ഞാൻ 50,000 രൂപയ്ക്ക് ആ പെരേട എനിക്ക് തരാൻ പറ്റൂല, അത് എനിക്ക് 60,000 രൂപ വേണം, എനിക്കിനി ഒരു മോളും കൂടെ ഉണ്ട്. ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ അന്ന് ഞാൻ കുടിക്കുന്ന സമയത്ത് ഈ നേരെ നിൽക്കുന്ന സമയത്ത് ഇത് എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോണ്ടേക്കും. കുടിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചത് ചോദിക്കും. അന്നും അതുപോലെ രാത്രി കുടിച്ചിട്ട് വന്ന സമയത്ത് ഞാൻ ഇതുപോലെ പണിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാത്രി ഇവരെ വീട്ടിൽ പോയി, ഒറ്റയ്ക്ക് വീട്ടിൽ പോയി രാത്രി ഞാൻ പോയി പൈസ കേട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് നിങ്ങൾ പറഞ്ഞത് 35,000 രൂപ എനിക്ക് തിരിച്ചു വേണം. അന്ന് ഇവളെ സഹോദരനും ഇവളെ അച്ഛനും കൂടെ എന്നെ പിടിച്ചു തള്ളി എനിക്ക് നല്ല രീതിയിൽ അടി കിട്ടി. അപ്പോഴത്തേക്ക് ഇവരെ അക്കരക്കരയിൽ ഇവരെ ബന്ധുക്കൾ അവിടെ കിടക്കുന്ന ഏറ്റവും കൂടുതൽ ഇവരെ ബന്ധുക്കളാണ്. അതിന് ആൾക്കാരും എല്ലാവരും കൂടെ വന്നു. രാത്രി പോയി ഏകദേശം ഒരു 9:30-10 മണിയൊക്കെ കാണും. വന്ന് കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറയും എനിക്ക് ഇത്ര രൂപ എനിക്ക് തരാനുണ്ട്, ഇന്ന രീതിയിൽ പൈസ വാങ്ങിച്ചതാണ്, എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ എനിക്ക് പൈസ ചോദിച്ചിട്ടാണ് എനിക്കിപ്പോൾ ഈ അടി കിട്ടിയത്, എന്നാലും എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന ആൾക്കാരും പിന്നെ എൻ്റെ ഞാൻ പണി കണ്ട ഒരു ആളുടെ പണിക്ക് പോകണം അവരെ മാമനും ഇവരെല്ലാം വന്ന് അവൻ്റെ പൈസ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വീട് പണി തുടങ്ങിയിരുന്നോ? വീട് പണി ആ സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പൈസ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കൊടുക്കുക അവർ പറഞ്ഞ് അത് 35,000 രൂപ കൊടുക്കാൻ പറ്റൂല,
അതിങ്ങനെ രീതിയിലാണ് കാര്യം. ഞാൻ അവന് 60,000 രൂപയ്ക്കാണ് കൊടുത്തത്, അതുകൊണ്ട് 25,000 രൂപ കൊടുക്കുകയുള്ളൂ. അത് നാളെ പിറ്റേ ദിവസം 10 മണിക്ക് ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു. അത് ഈ 10 മണിക്ക് എൻ്റെ തരില്ല, ഈ ജോലി ഞാൻ ജോലിക്ക് പോകണം, എന്നാൽ എൻ്റെ വീട് പണിയണ കൺട്രാക്ടിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞു 25,000 രൂപ. അത് ഇവനെ കൂടെ നിർത്തിക്കൊണ്ടേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറയുമോ ശരി, അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം പിന്നെ ഇവരുമായിട്ട് ഞാൻ മിണ്ടിയിട്ടില്ല. അത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഇവിടെ വീട് പണി കഴിയണം. അതിനുശേഷം ഈ വഴക്കിടുന്നതിന് ശേഷം ഞാൻ ഇവരുമായിട്ട് മിണ്ടിയിട്ടില്ല. ഇവരായിട്ട് ഒരു 5 പൈസയുടെ കാര്യത്തിന് ഇവരെ വീട്ടിൽ പോവേ, ഇവരായിട്ട് ഒരു പ്രശ്നത്തിന് അല്ലെന്നുണ്ടെങ്കിൽ ഇവരൊരു കാര്യത്തിന് വേണ്ടിയാൽ ഞാൻ ഇവരെ വീട്ടിൽ പോകില്ല. ഇവരെ ബന്ധുക്കളായിട്ട് തന്നെ ഞാൻ മിണ്ടില്ല. കുഞ്ഞമ്മയായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അമ്മാമ്മയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിന്ന് അതിനുശേഷം ഇവർ ആരുമായിട്ട്, കാരണം എന്ന് പറയുമ്പോൾ ഒരു 2 കൊല്ലം കഴിഞ്ഞ് ഈ വഴക്ക് കിടന്നതിന് ശേഷം പിന്നെ ഞാൻ ആരുമായിട്ട് മിണ്ടില്ല. ഭാര്യയായിട്ട് ഉള്ള ഇത് മാത്രമല്ല, അല്ലാതെ ഇവരെ ബന്ധുക്കളായിട്ട്, ഇവളെ അച്ഛൻ, ഇവളെ അമ്മ, ഇവളെ സഹോദരങ്ങൾ, ഇവളെ കുഞ്ഞമ്മ, ഇങ്ങനെ ആരുമായിട്ട് ഞാൻ മിണ്ടില്ല. ഇവർക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വന്നിരുന്നാൽ പോലും ഞാൻ പോകില്ല. ഇപ്പോൾ എനിക്കൊരു കാര്യം വന്നിരുന്നാൽ പോലും ഞാൻ ഇവരെ ആരെയും വിളിക്കില്ല. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കെന്തെങ്കിലും പറ്റിപ്പോയിരുന്നാലും ഞാൻ ഇവരെ വിളിക്കില്ല, ഒരു കാര്യത്തിനും വിളിക്കില്ല. അങ്ങനെ ഇവിടെ വീട് വെച്ച് താമസമായി. അതിനുശേഷം എൻ്റെ വീട്ടിൽ വന്ന് താമസമായതിനു ശേഷം ഇവളെ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം അത്രയ്ക്ക് ഇവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യമാണ്. അപ്പോൾ 2 വർഷം പ്രസാദിന്റെ വീട് പണി കഴിയുന്നത് വരെ പ്രസാദും രേവതി വാടക വീട്ടിൽ താമസിക്കും. അവിടെ തന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവരുമായിട്ട് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഇവരായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ താമസത്തിന് വന്നതിന് ശേഷം ഞാൻ ഇവരെ വീട്ടുകാരായിട്ട് കുടിച്ചിട്ട് വന്ന് ഞാൻ നടന്നു പോണ വഴിയിലാണ് ഇവരെ വീട്. ഞാൻ പോണ പോക്കിൽ ഇവരെന്തെങ്കിലും പറയും. കാരണം ഞാൻ പോണ പോക്കിൽ എന്തെങ്കിലും സംസാരിച്ചിട്ട് ഞാൻ അപ്പോഴേനും മിണ്ടാതെ പോകും. ഈ ആഴ്ചയിൽ 1-2 ദിവസമാണ് എൻ്റെ കുടി. കാരണം ഞായറാഴ്ച ദിവസം അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ആഴ്ചയിൽ 1-2 ദിവസം ഇത് മാത്രമാണ് എൻ്റെ കുടിയെന്ന് പറയുന്നത്. കുടിക്കണതിൻ്റെ അന്ന് എന്തായാലും ഞാൻ കുടിക്കണമെന്ന് പറഞ്ഞാൽ വയറ് നിറച്ചാണ് കുടിക്കുന്നത്. അതിൽ ഞാൻ ഒരെണ്ണോ അല്ലെന്നുണ്ടെങ്കിൽ 2 അടിച്ച് അങ്ങനെ നിർത്തണവനാണ്. കുടിച്ചില്ലെങ്കിൽ കുടിക്കാതിരിക്കും, കുടിച്ചു കഴിഞ്ഞാൽ വയറ് നിറച്ച് കുടിക്കും. അപ്പോൾ പ്രസാദ് എന്തായാലും ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ഉള്ള പ്രസാദിന്റെ കുടി ആ പ്രശ്നമാണ് അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാവർക്കും ഒരു വിഷമവും നിങ്ങളോട് ദേഷ്യവും ഒക്കെ തോന്നിയിട്ടുള്ളത്. കുടിച്ചിട്ട് വരുന്ന ദിവസം ഞാൻ എന്തായാലും വീട്ടിൽ ഇവർ എന്നെ പറയണ കാര്യങ്ങൾ, ഞാൻ ജോലിക്ക് പോണ സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും പറയണത് വീട്ടിൽ മനസ്സിൽ ഉണ്ടാവും. ആൽക്കഹോൾ അകത്ത് ചെല്ലുമ്പോൾ അത് പുറത്തു വരുന്നതാണ്, സത്യമാണ്. പക്ഷെ അവരുടെ ഭാഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ പെരുമാറ്റവും പ്രശ്നങ്ങളുമാണ് കൂടുതൽ അവരുമായിട്ടൊരു അകൽച്ച ഉണ്ടാക്കിയത്, അല്ലേ? ഇത് വീട്ടിൽ വന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഇവരെ വീട് തൊട്ടടുത്താണ്. വീട്ടിൽ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് കേൾക്കാൻ പറ്റും. കാരണം സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ ഇവരെ വീട്ടിൽ നിന്ന് വിളിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കായ പിന്നെ വഴക്കെന്ന് പറയുമ്പോൾ അടിയായി. അങ്ങനെ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് 2ാമത്തെ പ്രാവശ്യം ഞാൻ പിണങ്ങി ഇവിടെ വന്ന് എൻ്റെ പേരിൽ ഇവരെ അമ്മ പറഞ്ഞ് ഇനി അമ്മക്ക് ഈ ബന്ധം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഉള്ളവരിതായിരുന്നു. അന്നേരം ഒരു മോൻ മാത്രമേ ഉള്ളൂ. ബന്ധം വേണ്ട എന്ന് പറയും. പക്ഷേ ഇവളെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. കാരണം അത് പറ്റൂല, പെണ്ണിൻ്റെ ഒരു കൊച്ചായി, ഇനി അത് പറ്റൂല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കേസ് കൊടുത്ത് എന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഇവരെ അമ്മ വീണ്ടും അതേ രീതിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, ഇത് വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയും. കാരണം ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പെണ്ണുങ്ങൾ പറയണത് മാത്രമാണ് ഈ ആണുങ്ങൾ കേൾക്കുന്നത്. അവർ ഇങ്ങനെ മാത്രമേ കേൾക്കണുള്ളൂ. ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ തിരിച്ചായിട്ടുള്ളത്. കുടിക്കുന്നതും ഈ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യനെ ഞാൻ വഴക്ക് പറയണത് ഇത് ഞാൻ ഒരുത്തം മാത്രമേ ഉള്ളൂ. അതിൽ എന്നെ ആർക്കും അതിൽ വേണ്ടി മാത്രം ആർക്കും എന്നെ കണ്ടുകൂടാ. ഇത് ഈ നാട്ടിൽ മൊത്തം ഞാൻ കുടിയനാണ്, വീട്ടിലോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞ് നാട്ടിൽ മൊത്തം പരാതിയാണ്. അതുകൊണ്ട് ഞാൻ ആരുടെ അവർക്ക് അവരെ കാണാൻ കൊള്ളത്തില്ലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് പീഡിപ്പിക്കാറുണ്ടോ? ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. കളിയാക്കും. ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കളിയാക്കും, നിന്നെ പോലെയൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അങ്ങനെയുള്ളൊരിതുണ്ട്. അത് അപ്പോഴേ പറയാം, കളിയാക്കിയോ ചിരിച്ചാൽ അപ്പോഴേ തീർന്നേ പ്രശ്നം അവിടെ വെച്ച്. അങ്ങനെ വീട്ടിൽ ഇവരെ മോനെന്ന് പറഞ്ഞു കൊടുക്കണത് വന്ന് എൻ്റെ ഇവിടെ വന്ന് വീട്ടിൽ ഒന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ കേട്ടോണ്ടിരിക്കും. ഈ കുടിക്കണതിൻ്റെ അന്ന് ഞാൻ അതേപോലെ പോയി ചോദിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള ഇത് പല പ്രാവശ്യമായി വീട്ടിൽ വന്ന് അങ്ങനെ പറയാൻ പാടില്ല. ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കുന്ന ആളാകുമ്പോഴത്തേക്ക് പറയാൻ പാടില്ല. ഇത് വീണ്ടും ഇതുപോലെ സംസാരമായി അങ്ങനെ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നും ഇവരെ വീട്ടുകാർ കഴിഞ്ഞ ഓണത്തിന്
ഇതുപോലെ ഇവളെ ചീത്ത വിളിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ ഇവളെ സഹോദരൻ എന്നെ വന്ന് ചീത്ത വിളിച്ച്, നീ എന്തിനാ എൻ്റെ സഹോദരിയെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് ചീത്ത വിളിച്ച് ഞാൻ അങ്ങോട്ട് ചീത്ത വിളിയായി. ഞാൻ ഇവനായിട്ട് പ്രശ്നമായിട്ട് ഞാൻ നേരെ റോഡിൽ ജംഗ്ഷനിൽ ചെന്നിരുന്നു. അവിടെ പിള്ളേരുണ്ട്, കടയുണ്ട്, അവിടെ ഇരിക്കുകയാണ്. ഇവരെ അച്ഛനെ വിളിച്ചു വരുത്തി, ഇവരെ മാമനെ വിളിച്ചു വരുത്തി, ഇവർ 3-4 പേരും കൂടെ ചേർന്ന് എന്നെ അടിച്ച് അത് ഭയങ്കര പ്രശ്നമായി. എന്നിട്ട് അവിടെ ഇരുന്ന് ആ കടയിലുള്ള ആൾക്കാരും ജംഗ്ഷനിലുള്ള ആൾക്കാരും എൻ്റെ കാര്യങ്ങൾ ഏകദേശം അവർക്കറിയാം. അതുകൊണ്ട് എന്തിനാണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറയട്ടെ, ഇതുപോലെയാണ് കാര്യം. വീട്ടിൽ വന്ന് ഞാൻ കൊണ്ടുകൊടുക്കുന്ന പൈസ ഞാൻ കൊണ്ടുകൊടുക്കുന്നുണ്ട്, വീട്ടിൽ ആഹാരം വയ്ക്കുന്നില്ല, ചോറ് വെച്ചിട്ട് പോവും, കറിയില്ല. ഇവളെ വീട്ടിൽ പോയിരുന്ന ആഹാരം കഴിയും, എന്നിട്ട് നേരെ ഇവളെ വീട്ടിൽ വരണം. ഞാൻ എന്ത് ചെയ്യുമെന്നിട്ട് 1 പ്രാവശ്യമായി 2 പ്രാവശ്യമായി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞിട്ട് ഇത് പല പ്രാവശ്യം അവൻ്റെ നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ വഴക്കം നടന്നിട്ടുണ്ട്, അത് നിങ്ങൾ എന്താണ് അവളുടെ അടുത്ത് ചോദിക്കാത്തത്? അത് അവൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു അല്ലേ എൻ്റെ വീട് വരെ നിങ്ങളൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. വേറെ ഒന്നുമില്ല, എൻ്റെ വീട് വരെ നിങ്ങളൊന്ന് പോയി നോക്കുക, എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പോയി നോക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ പോയി ഒരാൾ പോയി നോക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ വെച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് അവനോട് മാവണ ഇത് ശരിയാണെന്നിട്ട്, ഇത് നിങ്ങളെ മോള് ചെയ്യണ ഇതിലും അവനാണ് കുറ്റം, അവൻ്റെ തലയിലാണ് ഇത് കൊണ്ടുവയ്ക്കണേന്നിട്ട്. അത് ഒരു അക്ഷരം വീട്ടില്ല. അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തിരിച്ചങ്ങ് വീട്ടിൽ പോയി. അന്ന് തിരുവോണത്തിൻ്റെ തലേന്നാണ്. ഞാൻ ഒന്ന് ഇവളുടെ അടുത്ത് ചോദിക്കണേ, ഞാൻ വന്ന് നിൻ്റെ വഴക്കൂടി ഇത് പ്രശ്നമായിട്ട് നീ ഇതുപോലെ പോയി എനിക്ക് ഇവിടെ നിന്ന് അടി കിട്ടി, നീ നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കാത്തത് എന്തിനാണ്? അടിച്ച കാര്യം എന്തിനാണ് പ്രശ്നം, നീ പോയി ഒന്ന് ചോദിക്കുന്നത്? അത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് ഇവളിങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കേട്ട്, അപ്പോഴത്തേക്ക് എന്നെ എല്ലാവർക്കും നിൻ്റെ വീട്ടുകാർക്ക് അടിക്കുന്നത്, പക്ഷേ നിൻ്റെ വീട്ടുകാരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതാണ് അന്നേട്ട് എന്നും പറഞ്ഞ് അവിടെ നിന്ന് അന്ന് വീട്ടിൽ ഞാൻ വീട്ടിൽ അവിടെ നിന്ന് മാറിക്കിടന്നു. പിന്നെ എനിക്കറിയാം പിന്നെ ഇവർ പ്രശ്നത്തിന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറി. പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് തിരിച്ച് ഇവിടെ ചെമ്പഴന്തിയിലെത്തി. ഇവർ എന്നെ വിളിച്ചില്ല. വീട്ടിൽ വല്യമ്മേരെ ഇവിടുത്തെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, പിള്ളേരൊക്കെ ഇവിടെ വേവിച്ചോണ്ടിരിക്കും, പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുകയാണ്, ആഹാരം കഴിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ വിളിക്കണോ, ഇവർ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണുണ്ട്, എൻ്റെ നമ്പറുണ്ട്, എന്നെ വിളിക്കാമല്ലേ, ഇവരെ വിളിച്ചിട്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ല. എന്നിട്ട് ഇവരാരും വിളിക്കില്ല, ഇവള് സുഖമായിട്ട് അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം വൈകിട്ടായപ്പോൾ ഞാൻ തിരിച്ചു ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ ഇവളെ അമ്മ പറയണ ഇത് മാത്രമേ ഇവള് പിന്നെ കേൾക്കുകയുള്ളൂ. ഞാൻ പറയണ ഒന്നും ഒരു അക്ഷരം കേൾക്കില്ല. ഇവളെ അമ്മ പറയണത്, ഇവളെ വീട്ടുകാർ, ഇവളെ ബന്ധുക്കൾ പറയണത് മാത്രമേ ഇവള് കേൾക്കുകയുള്ളൂ. പിന്നെ അതിനെ വലിയുള്ള പ്രശ്നങ്ങളായി. കാരണം ഞാൻ ജോലി ചെയ്യണം, 500 വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൈസ കൊടുക്കാതിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് സ്ഥിരമായിട്ട് വെള്ളം അടിച്ചുകൊണ്ട് വന്ന് അടി ഉണ്ടാക്കണമെന്ന്, അങ്ങനെയുള്ള അടിയായിരിക്കണം. എങ്കിൽ മാത്രം എൻ്റെ കയ്യിൽ തെറ്റുന്നുണ്ടെന്ന് പറയാം. നമ്മൾ പൈസയും കൊണ്ടുകൊടുത്ത് വീട്ടിൽ വേവിക്കുകയില്ല, അവരെ വീട്ടിൽ പോയി ആഹാരവും കഴിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വിഷമം വരും. അത് പല പ്രാവശ്യമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവരെ കുടിക്കാതിരുന്നപ്പോൾ തന്നെ ഞാൻ ഇവരെ വീട്ടുകാരെ വിളിച്ച് അച്ഛനെ വിളിച്ച് ഞാൻ സംസാരിച്ച്, ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ മോളെ അടിക്കുമെന്ന് പറഞ്ഞു. അത് കുടിക്കാതിരിക്കുമ്പോൾ തന്നെ അടിക്കുമെന്ന് പറഞ്ഞു. അത് നീ നിൻ്റെ മോളെ അടിച്ചു കഴിഞ്ഞാൽ നീ അത് ഇവിടെ അടിച്ച് നീ നിന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനൊരു പ്രശ്നമില്ല, അടിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അത് അവിടെ പ്രശ്നമായി, അതിനൊരു സംസാരമായി. ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിക്കും, അത് കുടിക്കാതിരിക്കുമ്പോൾ തന്നെ നിങ്ങളത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കുറേ വയലൻ്റായിട്ട് പെരുമാറുകയും അടിക്കുക ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നുള്ള കാര്യങ്ങൾ ഒരു ദിവസം ചെയ്താലും ഒരു വർഷത്തിലൊരിക്കൽ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് താല്പര്യമുള്ള കാര്യമല്ലല്ലോ. ഇതിപ്പോ എനിക്ക് മാറ്റി വെക്കാം, ഇങ്ങനെ ഞാൻ അടിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ പറയാം. എല്ലാ കാര്യവും സത്യമായിട്ട് പറയണമെന്നുള്ള ഒരു ഇത് കൊണ്ട് മാത്രമാണ് പ്രസാദ് പറഞ്ഞോണ്ടല്ല ഞാൻ ചോദിക്കുകയാണ്. പ്രസാദിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഞാനൊരു സഹോദരി എന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്. ഒരു ദിവസം ആയാലും എങ്ങനെയായാലും ഒരാൾ വയലൻ്റായിട്ട് പെരുമാറുകയും ഉപദ്രവിക്കും അടിക്കും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭയം വരത്തില്ല, അല്ലേ? ശേഷം സംസാരിക്കുമ്പോഴേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അല്ലാത്തപ്പം പ്രശ്നം ഉണ്ടാകുന്നില്ല. ആ സമയത്ത് നിങ്ങൾ വളരെ വയലന്റ് ആവുന്നുണ്ട്, നിങ്ങളെ അടിക്കുന്ന രീതിയിൽ നിങ്ങൾ വയലന്റ് ആവുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയാലും മകളുടെ ഭർത്താവാണ്, അല്ലെങ്കിൽ പിന്നെ പെങ്ങളുടെ ഭർത്താവാണെന്നുള്ളൊരു കൺസിഡറേഷൻ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതിനും അപ്പുറത്തോട്ട് പെരുമാറുമ്പോഴായിരിക്കുമല്ലോ അവരും ചെയ്യുന്നത്. മദ്യപിച്ചിട്ട് എന്ത് രീതിയിലാണ് ഇയാളുടെ സംസാരം വരുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. അത് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തെങ്കിൽ അവർ ചിലപ്പം തീർച്ചയായിട്ടും പ്രതികരിച്ചെന്നിരിക്കും. തന്നെ ഈ കുടിച്ചിട്ട് കുടിച്ചിട്ട് വന്ന് സ്ഥിരമായിട്ട് അങ്ങനെ സ്ഥിരം വേണ്ട, അടിയില്ലല്ലോ. സ്ഥിരം അടിക്കാൻ വേണ്ട, സ്ഥിരം കുടിക്കാൻ വേണ്ട. പക്ഷേ വല്ലപ്പോഴെങ്കിലും മദ്യപിക്കുന്നുണ്ട്, ഭാര്യ ഉപദ്രവിക്കുന്നുണ്ട്. ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാലേ ഭാര്യയെ സംരക്ഷിക്കണം, അവളെ ഉപദ്രവിക്കാനല്ല.
വേലയിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടുവന്ന് ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാനായിട്ട് കൊടുക്കണം. അല്ലാതെ ഇയാളത് മദ്യപിച്ചിട്ട് വഴിനീളെ കടന്ന് അടിയുണ്ടാക്കാനല്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന സംരക്ഷണവും പ്രൊട്ടക്ഷനും സ്നേഹവും എല്ലാം കൊടുക്കേണ്ട ഒരു ഭർത്താവിന്റെ ചുമതലയാണ്. അത് നിങ്ങളിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടുന്നില്ല എന്ന് വേണം ഈ പ്രസാദിന്റെ ഇതുവരെയുള്ള സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ. തന്നെ ഞാൻ കാര്യോട്ടെ, ഈ ജോലി ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കണ ഇതിൽ നമുക്ക് ആഹാരം വെച്ച് തരണില്ല. ആഹാരം വെച്ച് തരുന്നത് മാത്രമല്ല ഒരു ഭാര്യയുടെ ചുമതല. നിങ്ങൾ അവരെ ഉപദ്രവിച്ചാൽ അവർക്ക് നിങ്ങൾക്ക് ആഹാരം വെച്ച് തരാൻ തോന്നുമോ? അത് അങ്ങനെ ഈ ആഹാരം വെച്ച് തരാത്തതിന്റെ കാരണം മാത്രമല്ല വീട്ടിൽ നടക്കുന്ന പ്രശ്നം. ഇവരെ വീട്ടിലെ മാഡം ഇപ്പൊ ഇദ്ദേഹം ഒരു ട്രീറ്റ്മെന്റിനൊക്കെ പോയി ഇപ്പോ അല്ലേ ഒരു മാസമായി. ഒരു മാസം കൊണ്ട് ആശുപത്രിയായിരുന്നു. മെനിങ്ങാൻ ഇറങ്ങിയതേ ഉള്ളൂ. കുടി നിർത്താൻ വേണ്ടി. കുടിയാണ് എന്റെ പ്രശ്നം എന്നാണ് എല്ലാരും പറഞ്ഞത്. അപ്പൊ ഇത് കേട്ടത് ഇയാളുടെ മദ്യപാനമായി കുടുംബ ശിഥിലമാകാൻ കാരണം തന്നെ. അത് ബേസിക്കായിട്ട് എന്താ അറിയോ മാഡം, ഇദ്ദേഹത്തിന്റെ അച്ഛൻ, ഇദ്ദേഹത്തിന്റെ അമ്മ, ആ ഒരു ബാല്യത്തിലുള്ള പല പ്രശ്നങ്ങളും ശിഥിലമായ കുടുംബമായി അതിന്റെ പേരിലാണ് ഈ മദ്യത്തിന് അടിമപ്പെട്ട് പോയത്. ആ സമയത്ത് സ്വന്തം കുടുംബത്തിനോടുള്ള വെറുപ്പ് മുഴുവൻ മറ്റുള്ളവരോട് കാണിക്കുക. കുടുംബത്തിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന് കിട്ടാനുള്ള സ്നേഹം ഈ പ്രസാദിന് കിട്ടിയിട്ടില്ല. അത് കാരണമായി ഇയാള് ആദ്യമേ തന്നെ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞത് ആണോ? അതെനിക്കറിയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വല്ലതും അറിയാമോ? നിങ്ങൾ എങ്ങനെയുള്ള മനുഷ്യനാണ്? നിങ്ങൾ നല്ല രീതിയിലാണോ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നോർമൽ ബിഹേവിയർ അല്ല നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഓർമ്മ വേണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സമൂഹം അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ചാണോ? നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഭാര്യ വല്ലപ്പോഴും ഇരുന്ന് ഇങ്ങനെ കുറേ കുടിച്ചിട്ട് വരിക, വല്ലപ്പോഴും ഇരിക്കും, നിങ്ങളോട് ഇങ്ങനെ പെരുമാറി എങ്ങനെ ഇരിക്കും? അപ്പം നിങ്ങൾ പെരുമാറ്റം നന്നാക്കുക ആദ്യമേ. തന്നെ പറയാം. ഇപ്പം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, ഈ ജോലിക്ക് ഇറങ്ങി പോണ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരു കൺട്രാക്ടിൻ്റെ അടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ കൂടെ ഇന്ന് പണിയണവൻ്റെ അടുത്ത് ചെന്ന് എന്നെ പറ്റി ഓരോ അനാവശ്യം ഇവരെ വീട്ടുകാരി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജോലിക്ക് പോകണേന്ന്. അപ്പം ഇത്രയും ആൾക്കാർ മുമ്പേ വെച്ച് പ്രസാദിൻ്റെ കൂടെ സഹകരിക്കരുത്, പ്രസാദിൻ്റെ കൂടെ ഇങ്ങനെ പോകരുത് എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ പറഞ്ഞോ? ഭാര്യ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെയാ കല്യാണം കഴിച്ചത്? ഞാൻ ഭാര്യയല്ലേ കല്യാണം കഴിച്ചത്. ഭാര്യ നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ വിട്, ഭാര്യയുടെ വീട്ടുകാരൊന്നും നമുക്ക് വേണ്ട. ഭാര്യയെ മാത്രം ഓർക്കും. ഭാര്യ നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ ഭാര്യ പറയുന്നതോട് അങ്ങോട്ട് നിങ്ങൾ തമ്മിലാണ് ജീവിക്കേണ്ടത്. നിങ്ങൾക്കാണ് മക്കളുണ്ടാവും, നിങ്ങൾ അവരാരെയൊക്കെ പോകും കുറെ കഴിയുമ്പോൾ. അപ്പോൾ അവർ പറയുന്ന പോലെ നിങ്ങൾ അവരോട് സ്നേഹമായിട്ടല്ലേ ജീവിക്കേണ്ടത്. അത് നിങ്ങളിൽ നിന്ന് ഉറപ്പ് കിട്ടാത്തതുകൊണ്ടാണ് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നത്. നിങ്ങളിൽ നിന്നൊരു സംരക്ഷണം കിട്ടുന്നില്ല, നിങ്ങൾ നോർമൽ ബിഹേവിയർ അല്ല നിങ്ങൾ കാണിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഭാര്യ കഴിക്കുന്ന എൻ്റെ വീട്ടുകാരുടെ അടുത്തോട്ട് പോകാം. എല്ലാ സ്ത്രീക്കും അങ്ങനെ ഒരു തുടർന്നു തന്നെ. ഇപ്പൊ വേറെ പറഞ്ഞ സത്യമാണ്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ഒരു 8 മാസത്തിന് മുമ്പേ ഇവര് എന്റെ പേരിൽ എല്ലാവരും കേസ് കൊടുത്ത്. ഇവരെ അച്ഛനും കൂടെയാണ് കൊണ്ടു കൊടുത്തത്. അതിൽ ആരാ അപേക്ഷ ഒപ്പിട്ടേക്കുന്നത്? ഭാര്യയാണോ? ഭാര്യയാണ് കൊടുത്തിട്ടുള്ളത്. അന്നേരം അച്ഛന്റെ ഇതില് ഭാര്യയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്ക് അവർക്ക് വീട്ടില് ഇതുപോലെ ഞാൻ ഇവിടെ പിണങ്ങി തിരിച്ചിവിടെ വന്നേല് അവർക്ക് തിരിച്ചു വന്ന് ചെലവിന് കൊടുക്കണം, പൈസ കൊടുക്കണം. അവർക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞു ഇവിടെ കൊടുത്തു കേസ് വർക്കല സ്റ്റേഷനില് CIക്കാണ് കൊടുത്തത്. അപ്പൊ CI വിളിപ്പിച്ചോ? എന്നെ വിളിപ്പിച്ച്. എന്ത് പറഞ്ഞു? വിളിപ്പിച്ച് എന്റെ അടുത്ത് കാര്യം കേട്ടു. കാര്യം കേട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാറേ ഇതുപോലെയാണ് കാര്യം. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ വീട്ടിൽ പൈസ കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവളെ വീട്ടിൽ ഇവളെ അമ്മ പറയണതിന് ഓരോന്ന് പറഞ്ഞു കൊടുക്കണത് വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. അവരച്ഛൻ അവരെ അമ്മ എങ്ങനെ പോട്ടെ, അത് അവരുടെ കാര്യം. പിന്നെ അപ്പൊ CI എന്ന് പറഞ്ഞു? CI അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ അച്ഛനും കൂടെ നിൽക്കുക പറഞ്ഞ് നീ എന്റെ ഭാര്യ അടുത്ത് പറയണ്, നീ ആ വീട്ടിൽ നിനക്ക് പോവാം, നിന്റെ വീട്ടിൽ പോയി നിനക്ക് അവിടെ പോയി നിൽക്കുക, അവിടെ പോയി ഇരിക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ കൂടുതൽ സമയം നിന്റെ വീട്ടുമായിട്ട് സഹകരണം നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അവിടെ പോയി ഒരു ആഹാരം കഴിക്കുകയും അവിടെ പോയി ചെന്ന് അങ്ങനെ വലുതായിട്ടുള്ള ഇത് വേണ്ടെന്ന് പറഞ്ഞു. അവൾ അച്ഛനും അവിടെ പറഞ്ഞു. അതിനുശേഷം 8 മാസം വരെ ഇവര് അങ്ങനെയുള്ള ഒരു സഹകരണം ഇവള് അങ്ങോട്ട് ഇല്ലായിരുന്നു. അതിനുശേഷം ഈ 8 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ കയറി തുടങ്ങി. അതിനുശേഷം വീണ്ടും വഴക്കായി. ഈ 8 മാസം വരെ എന്റെ വീട്ടിൽ ഒരു വഴക്കില്ല, ഒരു ബഹളമില്ല, ഒരു സുഖമായിരുന്നു എന്റെ ജീവിതം സുഖമായിരുന്നു. പക്ഷെ പിന്നെ അതിനുശേഷം വീണ്ടും ഇവിടെ കയറിയതിനു ശേഷം പിന്നെ വീണ്ടും ഇങ്ങനെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. മാസം കഴിഞ്ഞ് പോവാനുണ്ടായ സാഹചര്യം എന്താ? ഇവര് അമ്മയ്ക്ക് എന്താ സുഖമില്ലാതായി. അതിനുശേഷം പിന്നെ ഇവര് വീണ്ടും അവിടെ കയറി തുടങ്ങി. അല്ല, അമ്മയ്ക്ക് സുഖമില്ലാതാവുമ്പോ മോള് പോയി അന്വേഷിച്ച് ഞാൻ കുറ്റം പറയണില്ല, അതിന് നമ്മൾ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പോവാം. എന്നാ പിന്നെ ഈ അസുഖം ഇത് വന്നതിന് ശേഷം പിന്നെ അവിടെ വീണ്ടും ചെന്നിരിപ്പ് തുടങ്ങി.
തുടങ്ങി, പിന്നെ അവിടെ നിന്ന് ആഹാരം കഴിപ്പ് തുടങ്ങി. അതിനുശേഷം വീണ്ടും വീണ്ടും എന്റെ വീട്ടിൽ അമ്മയുടെ അടുത്ത് പോയി അമ്മയെ സംരക്ഷിക്കുന്നതോ അമ്മയുടെ സുഖവിവരം അന്വേഷിക്കുന്നതോ അമ്മ കൊടുക്കുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതോ എനിക്ക് കുറ്റമില്ല മാഡം, എനിക്കൊരു കുറ്റമില്ല. പക്ഷേ എന്റെ വീട്ടിൽ ഞാൻ ചെലവിന് വിട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോയിട്ട് വരണവനാണ്. എന്റെ വീട്ടിൽ അതിനുള്ള ഒരു ആഹാരം വെച്ച് വെക്കാമല്ലോ. ഒരു സ്ത്രീയായിട്ട് എന്തോ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഫോൺ വിളിക്കുന്നത്, അതെന്താ സംഭവം? അത് ഞാൻ പോയ വഴിയിൽ ഒരു പേപ്പറിൽ ഒരു നമ്പർ കിടന്നു. എവിടെ പോയ വഴിയില്? ഞാൻ വീട്ടിൽ വാടക താമസിച്ചിരുന്ന പോയ വഴിയിൽ ഇടവഴിയിൽ ഒരു നമ്പർ കിടന്നു, ഫോൺ നമ്പർ. അപ്പോഴത്തേക്ക് വേറെ ആർക്കാ എഴുതിയിട്ടിരുന്ന നമ്പറാണ്, പക്ഷെ ഇത് എന്റെ കയ്യിലാണ് കിട്ടിയത്. അല്ല, എഴുതിയിട്ടിരുന്നിട്ട് തിരിച്ചു വിളിക്കണം എന്നുള്ള ഒരു ഇതും കൂടെ എഴുതിയിട്ടുണ്ട്. കിട്ടാൻ കാര്യം എന്താ? ഞാൻ നടന്നു പോയതിൽ പേപ്പർ നമ്പർ തിരിച്ചു വിളിക്കണം എഴുതിയിട്ടുണ്ട്. അത് അവിടെ കിടന്ന പേപ്പറാണ്. ഞാൻ പോയതിൽ ഇപ്പൊ ഞാനല്ല, ഇപ്പൊ വേറൊരാളായിരുന്നാലും എടുത്തു ഒരു പേപ്പർ കിടന്ന് എടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ ഇത് എന്റെ കൺട്രാക്ടറെ കൊണ്ട് ഞാൻ ഇത് എടുത്ത് ഞാൻ സ്വന്തമായിട്ട് വിളിച്ചില്ല, ഞാൻ എടുത്തോണ്ട് പോയി എന്റെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന തൊട്ട് വേണ്ട എന്റെ കൺട്രാക്ട് അവിടെ ആ ചേച്ചി ഇരിപ്പുണ്ട്, അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ചേച്ചി ഇത് കണ്ട ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞൂടെ, ഞാൻ പോയി ഇത് എന്റെ ഞാൻ വിളിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ച് ശരി തന്നെ ഒന്നല്ല ഒരു 3-4 പ്രാവശ്യം ഏതൊരു പെണ്ണാണ്. എന്തിനാ അറിയാത്ത പെണ്ണിനെ വിളിക്കാൻ പോയത്? ഇല്ല, അവര് സംസാരിച്ച് അങ്ങനെ ഞാൻ സംസാരിച്ച്. അത് എന്തിനാ അറിയാമയ്യാത്തവരായിട്ട് സംസാരിക്കാൻ പോയ? എന്തിന്? ഞാനൊരു പെണ്ണാണ്, എന്നെ തിരിച്ചു വിളിക്കണമെന്നുണ്ടായിരുന്നു. ഇല്ല, ഈ നമ്പർ മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളായിരുന്നു. പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ട് മൂന്നാലോട്ട് ഇല്ല, ഞാൻ വിളിച്ചതിന് ശേഷം പെണ്ണാണെന്ന് അറിയുന്നത്. അതിനുശേഷം ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ വിളിച്ചപ്പോ അവര് എന്തിനാ വിളിക്കാൻ പറഞ്ഞത്? ഞാൻ ആരാണെന്ന് കേട്ട് ഞാൻ എന്റെ പേര് പറഞ്ഞു. അതില് പിന്നെ അതില് 3-4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഇവിടെ അതും ഒരു ദിവസം ഇവള് പിടിച്ചിട്ടുണ്ട്. അല്ല പ്രസാദ്, അവര് മറ്റാർക്കെങ്കിലും എഴുതിയിട്ടിരുന്നാണോ? വേറെ ആർക്കാ എഴുതിയിട്ടിരുന്നാണെന്ന് പറഞ്ഞു. അവര് വേറെ ആരെയോ പ്രതീക്ഷിച്ച്. അപ്പൊ ഈ പേപ്പർ ഇങ്ങനെ വെറുതെ ഇട്ടിരുന്നാ മതി, അവര് ഒന്ന് എടുക്കുമായിരിക്കും. പക്ഷെ അതിൽ പോയത് ഞാനാണ്. ഒരു പെണ്ണും അങ്ങനെ എഴുതിയിടത്തില്ല. അഥവാ വിടുവാണെങ്കിൽ എവിടെയെങ്കിലും പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് ആ ആളിന് മാത്രമേ അത് കണ്ടുപിടിക്കാനൂ. റോഡിലിങ്ങനെ ഇട്ടിട്ട് ആരെയോ സേവ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അങ്ങനെ എടുത്തിടുന്ന ഒരു കഥ ശരിയാണോ? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആ കഥാപാത്രം ഇല്ല നമ്മുടെ കഥയിൽ. അതേ കുട്ടിയാണ് കഥകൾ പോയത്. അതാണ്, പക്ഷെ ആ കഥാപാത്രം ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല, അത് എന്റെ ഭാര്യ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണോ ഇപ്പൊ 6 മാസം കഴിഞ്ഞ് പോവാൻ കാരണം? അതാണോ? ഇല്ല, അതൊന്നുമല്ല ഇതിന് കാരണം. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം, ഈ 8 മാസം സുഖം എന്റെ വീട്ടിൽ ഞാൻ കുടിച്ചിട്ട് പറഞ്ഞെങ്കിൽ എന്റെ വീട്ടിൽ സുഖം വരുന്നു, സുഖജീവിതം. ഞാൻ എന്നിട്ട് ഇവരെ ഒരു വഴക്കില്ല, ഒരു ബഹളമില്ല, ജോലി ചെയ്തുകൊണ്ട് പറഞ്ഞു വീട്ടിൽ പറഞ്ഞു ഇവള് വേവിക്കുന്നു, തിന്നുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 8 മാസം കഴിഞ്ഞ് ഇവിടെ അമ്മയ്ക്ക് സുഖമില്ലാതായി. അതിനുശേഷം വീട്ടിൽ വേവിക്ക് വരുന്നു. പിന്നെ ഇത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പഴയ രീതിയിൽ പോകാൻ തുടങ്ങി. പഴയ രീതിയിൽ വീട്ടിൽ വേവിപ്പില്ല, ചോറ് വെക്കും. ഇവള് കഴിക്കണത് ഇവളെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. എനിക്ക് ആഹാരം ഇല്ല, ചോറ് മാത്രമേ വെക്കത്തുള്ളൂ. ഒന്നും വെക്കരുത്. പക്ഷെ ജോലി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഞാൻ എന്തായാലും കറി മേടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടി അവള് പറയണില്ല. തൊട്ടപ്പുറത്ത് വീടുള്ളത് കൊണ്ട് അവിടെ വെക്കുന്ന കറികളൊക്കെ ഞാൻ അവരെ വീട്ടിൽ പോണില്ല. ഞാൻ അവരെ വീട്ടിൽ പോകാത്തോണ്ട് എനിക്ക് അവരെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല. അവരെ വീട്ടിൽ നിന്ന് ഒരു സാധനം എന്റെ വീട്ടിൽ കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരെ വീട്ടിൽ നിന്ന് ഒരു സാധനം എന്റെ വീട്ടിൽ കൊണ്ട് കയറ്റാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ വീട്ടിൽ എന്റെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ കൊണ്ടുവച്ച് ആഹാരം കൊടുക്കുക. അവരെ വീട്ടിൽ നിന്ന് ഒരു പലഹാരം പോലും എന്റെ മക്കളിൽ കൊടുത്ത് എന്റെ വീട്ടിൽ വിടരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നാളെ ഒരു കാലത്ത് എന്ന് പറയാം, ഇവർ എന്തെങ്കിലും അവിടെ നിന്ന് ഒരു സാധനം കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇത് നാട്ടുകാർ മൊത്തം അറിയും. ഇവ ഇവിടെ ഉണ്ട്, ഇവരെ വീട്ടിൽ നിന്നാണ് എനിക്ക് ആഹാരം കൊണ്ട് തരണം എന്നുള്ള പറച്ചിൽ വരും. അത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഇവര് അച്ഛൻ ഈ ഇടയ്ക്ക് മരിച്ചതിന് ശേഷം ഇവള് അതിന് 15 ദിവസം ഉള്ളപ്പോഴത്തേക്ക് ഇവള് ജോലിക്ക് ഉണ്ടായി ഒരു കടയിൽ. 16 കഴിഞ്ഞിട്ട് ഇവര് നമ്മളെ വീട്ടിലൊക്കെ വരുവുള്ളെന്നാണ് പറയണത്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 16 കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി. അതിൽ ചെറിയൊരു പ്രശ്നങ്ങൾ നടന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെ വീട്ടിൽ ഇങ്ങനെ പൈസ, ഈ ഇവളെ അച്ഛൻ്റെ ഇതിൽ ചിലവായ പൈസകൾ എല്ലാവരും കൂടെയാണ് വീതിച്ചിടുന്നത്. ഈ വീതിച്ചിടുന്നതിൽ പൈസ ഞാനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മേഡം നമ്മൾ വലുതായിട്ട് എന്ന് പറഞ്ഞാൽ വലിയ ആഡംബരമായിട്ട് കൊടുക്കാൻ പറ്റില്ല, ആ സമയത്ത് കൊടുക്കണമെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഇപ്പോൾ ഇവർക്ക് 16 നടത്തണമെന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഇവരെ ബന്ധുക്കൾ തന്നെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 300, 400 പേര്, അത് ചിക്കനും കൂട്ടി ഇവർക്ക് ആഹാരം കൊടുക്കണം. അപ്പോഴത്തെ ഇവരെ ബന്ധുക്കൾ തന്നെ അതിന് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവരെ ബന്ധുക്കളായിട്ട് തന്നെ ആൾക്കാർ പറഞ്ഞ് നിങ്ങളിൽ അതിനുള്ള വരുമാനം ഉണ്ടാകുന്നതായിട്ട്. അപ്പോഴത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെ അനിയത്തിയുടെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ അവൻ പറയണത്, അവരെ വീട്ടുകാർ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാനും അതിനൊരു ഓഹരി ഞാനും തരും.
അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് കേട്ട് ഞാൻ അവരുടെ തുച്ഛമാരുള്ള പൈസയൊക്കെ ഇല്ലേ അത് ഞാനും തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇത് ഈ വലിയ രീതിയിലുള്ള ഇതാണെന്ന് പിന്നെ പറയണപ്പോഴത്തേക്ക് ഞാൻ പറയേണ്ടത് ഇത്രയും പൈസയ്ക്കുള്ളതാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിൽക്കില്ല. അപ്പോൾ ഇവരെ ബന്ധുക്കൾ തന്നെ പറഞ്ഞിടേ അങ്ങനെ ആയിട്ടുള്ള ഇത് വേണ്ട, ഈ നിങ്ങളെ ബന്ധുക്കൾ, കാരണം ഈ ചടങ്ങിന് സഹകരിച്ചാൽ നിങ്ങളെ ബന്ധുക്കൾ മാത്രമായിട്ട് ഈ ഇങ്ങനെയുള്ള ഇത് ചെയ്യണം. അത്രയും മാത്രം ആകുമ്പോഴത്തേക്ക് വലിയ ചിലവുമില്ല. അതാകുമ്പോൾ ഒരു 10, 30 പേര് 50 പേര് കാണും. ഇങ്ങനെയുള്ള ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഇവർക്ക് പറ്റൂലെന്ന് ആയപ്പോഴത്തേക്ക് ചെറിയ പ്രശ്നങ്ങളായി. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒരു ചെയ്തിൽ തന്നിട്ടുണ്ട്. ഇനി അപ്പോൾ അവരെ ബന്ധുക്കൾ തന്നെ പറയാണ് പ്രസാദിൻ്റെ ഇത് പൈസ വാങ്ങിക്കരുത്, മരുമക്കൾ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, ഇനി അവൻ്റെ ഇത് പൈസ വാങ്ങിക്കരുത്, കാരണം അവൻ കൂലി വിലയ്ക്ക് ഇറങ്ങി പോണവനാണ്. അപ്പോൾ ഞാൻ പോയി പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ഇവളടുത്ത് പറഞ്ഞു പൈസ തിരിച്ചു കൊണ്ട് കൊടുക്കുക എന്നും പറഞ്ഞിട്ട് നിന്നപ്പോഴത്തേക്കാണ് ഇവർ ആ 16 എന്നല്ലേ ഇവള് എൻ്റെ വീട് അപ്പുറത്തായിരുന്നല്ലേ, എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഒരു ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി 16 വരണോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ചടങ്ങിലൊന്നും ഞാൻ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്ന് അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ പൈസ കൊടുത്താന്നിട്ട്. അപ്പോൾ അത് പൈസ കൊടുത്തില്ല. ഞങ്ങളുടെ പൈസ എന്ത് ചെയ്തു, അത് ഞാൻ ഇവിടെ കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. പൈസ കൊടുത്തല്ലോ ശരിയെന്ന് പറഞ്ഞു. വേറെ ഒന്നും ഞാൻ പറയണില്ല. അത് ഇതെല്ലാം കഴിഞ്ഞ് 16 കഴിഞ്ഞ് ഇവിടെ കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. ജോലിക്ക് പോയിട്ട് വീട്ടിൽ വന്ന് അങ്ങനെ ഉള്ള ഒരു ഇതായിട്ട് സഹകരണം നല്ല രീതിയിൽ പോകും.